പ്രധാന വാർത്തകൾ. ശബരിമല മണ്ഡലകാലത്തിനായി നട ഇന്ന് തുറക്കും. തിരക്കൊഴിവാക്കാൻ വെർച്വൽ ക്യൂ ബുക്കിംഗ് നിർബന്ധം. പമ്പ സന്നിധാനം. തീവ്രമായ ഭക്തിയുടെയും വ്രതശുദ്ധിയുടെയും മണ്ഡലകാലത്തിനായി ശബരിമല ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രനട ഇന്ന് 2025 നവംബർ 16 ഞായറാഴ്ച വൈകിട്ട് തുറക്കും. ഇന്ന് വൈകുന്നേരം തന്ത്രി കണ്ഠരര് രാജീവരരുടെ മുഖ്യകാർമ്മികത്വത്തിൽ മേൽശാന്തി നട തുറന്ന് ദീപം തെളിക്കും. വൃശ്ചികം 1-ന്, അതായത് നാളെ രാവിലെ മുതലാണ് പ്രധാന പൂജകൾ ആരംഭിക്കുക. 41 ദിവസത്തെ മണ്ഡലകാല തീർത്ഥാടനത്തിനായി ലക്ഷക്കണക്കിന് ഭക്തരാണ് മലകയറാൻ ഒരുങ്ങുന്നത്. തീർത്ഥാടകരുടെ സൗകര്യത്തിനും തിരക്കൊഴിവാക്കലിനുമായി വെർച്വൽ ക്യൂ ബുക്കിംഗ് ഈ വർഷവും നിർബന്ധമാക്കിയിരിക്കുകയാണ്. ഓൺലൈനിൽ ചെയ്യേണ്ടതെന്തെല്ലാം? പ്രധാന നിർദ്ദേശങ്ങൾ. തീർത്ഥാടനത്തിനായുള്ള വെർച്വൽ ക്യൂ ബുക്കിംഗ് ശബരിമല online.org എന്ന വെബ്സൈറ്റ് വഴി സജീവമായി നടക്കുകയാണ്. സുഗമമായ ദർശനത്തിനായി ഭക്തർ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങൾ. പുതിയ രജിസ്ട്രേഷൻ. ശബരിമല online.org-ൽ പ്രവേശിക്കുന്ന പുതിയ ഭക്തർ കൃത്യമായ വിവരങ്ങൾ നൽകി രജിസ്ട്രേഷൻ പൂർത്തിയാക്കണം. മൊബൈൽ നമ്പർ, തിരിച്ചറിയൽ രേഖ എന്നിവയുടെ വിവരങ്ങൾ നൽകേണ്ടതുണ്ട്. ദർശന സ്ലോട്ട് തിരഞ്ഞെടുക്കൽ. രജിസ്റ്റർ ചെയ്ത ശേഷം, ദർശനത്തിനായി താൽപ്പര്യമുള്ള തീയതിയും അതത് ദിവസത്തെ സമയക്രമവും ടൈം സ്ലോട്ട് തിരഞ്ഞെടുക്കണം. തിരക്ക് നിയന്ത്രിക്കുന്നതിൽ സമയക്രമം പാലിക്കുന്നത് പ്രധാനമാണ്. കൂട്ടായ യാത്രയുടെ വിവരങ്ങൾ. സംഘമായി യാത്ര ചെയ്യുന്നവർ, മറ്റ് തീർത്ഥാടകരുടെ പേര്, വയസ്സ്, തിരിച്ചറിയൽ രേഖാ നമ്പർ എന്നിവ വ്യക്തമായി ചേർക്കണം. പ്രസാദ ബുക്കിംഗ്. അരവണ, അപ്പം തുടങ്ങിയ പ്രസാദങ്ങൾ ഓൺലൈനായി ബുക്ക് ചെയ്യാനുള്ള സൗകര്യം വെബ്സൈറ്റിൽ ലഭ്യമാണ്. പേയ്മെന്റ്. ആവശ്യമുള്ള പ്രസാദത്തിന്റെ എണ്ണം രേഖപ്പെടുത്തിയ ശേഷം ഓൺലൈൻ പേയ്മെന്റ്, ക്രെഡിറ്റ്, ഡെബിറ്റ് കാർഡ്, UPI നടത്തി ഓർഡർ ഉറപ്പാക്കാം. ടിക്കറ്റ് ഡൗൺലോഡ്. എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കി പണം അടച്ച ശേഷം വെർച്വൽ ക്യൂ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്ത് പ്രിന്റ് എടുക്കുകയോ മൊബൈലിൽ സൂക്ഷിക്കുകയോ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഈ ടിക്കറ്റാണ് ഇൻഷുറൻസ് പരിരക്ഷയ്ക്ക് അടിസ്ഥാന രേഖയായി പരിഗണിക്കുന്നത്. ദിവസവും 70,000 പേർക്ക് ദർശനം. നിലവിൽ, ഒരു ദിവസം 70,000 ഭക്തർക്കാണ് വെർച്വൽ ക്യൂ വഴി സ്ലോട്ട് ബുക്ക് ചെയ്യാൻ സാധിക്കുക. നിലക്കൽ, പമ്പ, എരുമേലി, വണ്ടിപ്പെരിയാർ എന്നിവിടങ്ങളിൽ ഒരു ദിവസം 20,000 പേർക്ക് ദർശനം ലഭിക്കുന്ന റിയൽ ടൈം സ്പോട്ട് ബുക്കിംഗ് കൗണ്ടറുകളും പ്രവർത്തിക്കുന്നുണ്ട്. അനുവദിച്ചിട്ടുള്ള സമയ സ്ലോട്ട് കർശനമായി പാലിച്ച് എത്തുന്നത്, അനിയന്ത്രിതമായ തിരക്ക് ഒഴിവാക്കാനും സുഗമമായ ദർശനം ഉറപ്പാക്കാനും ഭക്തരെ സഹായിക്കും എന്ന് ദേവസ്വം അധികൃതർ ഓർമ്മിപ്പിച്ചു. യാത്രാപദ്ധതി ആരംഭിക്കുന്നതിന് മുൻപ് വെർച്വൽ ക്യൂ സ്ലോട്ട് ഉറപ്പാക്കാൻ എല്ലാ തീർത്ഥാടകരോടും അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ന്യൂസ് സിറ്റി തിരുവനന്തപുരം.